വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് യമനി ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. യമനി ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അറബിക് മസാലയാണിത്. 2 ഗ്ലാസ് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് അരമണിക്കൂർ കുതിർത്തി വെക്കാം. പാനിലേക്ക് 5 ഉണക്കമുളക്, 1 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്കായ, 1/4 സ്പൂൺ നല്ല ജീരകം, 5-6 ഉലുവ, 1 സ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പൊ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് അടിച്ചെടുക്കാം. ഇപ്പൊ നല്ല ഫൈൻ പൗഡർ ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ചേർക്കാം. ഇനി നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞു. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി പാനിലേക്ക് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. സോട്ടായി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ സവാള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 10 വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ നന്നായി സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മുറിച്ചിട്ടില്ല, അങ്ങനെ തന്നെ ഇടുവാണ്. ഇനി അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ്. ഇനി നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. നമ്മളിതിൽ എക്സ്ട്രാ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ബിരിയാണി മസാല നേരത്തെ നമ്മൾ ചിക്കനിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. ഇത് നല്ല പുളിയുള്ള തൈരായതുകൊണ്ടാണ് 1/2 കപ്പ് ചേർക്കുന്നത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. 1 പിടി മല്ലിയില, 1 പിടി പുതിനയില ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിൽ നിന്ന് 1/4 ഭാഗം സവാള ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിക്കാം. ഇപ്പം നമ്മൾ കുതിർത്തി വെച്ച അരി ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. 1/4 സ്പൂൺ നല്ല ജീരകം, 1/4 സ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. 2 ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം ഒരു 2 മിനിറ്റ്. ഇനി അതിലേക്ക് ഒരു 6 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ ഊറ്റി വെച്ച ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നീളമുള്ള ഏത് ബിരിയാണി അരിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് 1/4 ഭാഗം വെന്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിലാണ് വേവിക്കുന്നത്. ഇന്ത്യ ഗേറ്റ് അരി ആയതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മളുടെ ചോറ് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വെക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ചിക്കനിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ഇപ്പം ഒന്നിലൊന്ന് ഒട്ടാതെയാണ് ഇരിക്കുന്നത്. കറക്റ്റ് പാകമാണ്. ഒട്ടും വെന്ത് പോയിട്ടൊന്നുമില്ല. 1/4 വേവിൽ തന്നെ എടുത്തിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും ചേർക്കാം. കുറച്ച് വറുത്ത സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് കുറേശ്ശെ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്നിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് ഒട്ടും ഓയിലി ആയിരിക്കില്ല ഈ ഒരു ബിരിയാണി. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് റൈസ് മാറ്റുമ്പോൾ അറിയാം. നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു അറബിക് മസാലയുടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത്. നമുക്കിനി അതൊരു മോള റൈസ് വേറെ പാനിലേക്ക് മാറ്റാം. ഇനി നമുക്കതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ റൈസ് ഒരു സൈഡിലേക്കും മസാല മറ്റൊരു സൈഡിലേക്കുമായി ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തൈരിലൊക്കെ വേവിക്കുന്നതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ആയിരിക്കും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. ഇപ്പോൾ നമ്മളുടെ യമനി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഒട്ടും സ്പൈസി അല്ല ഇത്. ഓയിലും കുറവാണ്. എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. Thanks for watching my channel.